ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇത്ര പെട്ടെന്ന് ഒരു വ്ളോഗുമായിട്ട് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഇന്നൊരു വ്ളോഗ് എടുക്കാനായിട്ട് ഒരു കാരണമുണ്ട്. ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കുച്ചുവിന്റെ സ്കൂൾ അടയ്ക്കുവാണ്. കുച്ചു കിൻഡർ ഗാർഡൻ ഫിനിഷ് ചെയ്ത് ഇന്ന് വീട്ടിൽ വരികയാണ്. അപ്പം ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഉച്ച തൊട്ട് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ അവൻ അവധിയാണ്. അടുത്ത തിങ്കളാഴ്ച തൊട്ട് അവൻ സമ്മർ ക്യാമ്പിന് പൊക്കോളും. സമ്മർ ക്യാമ്പ് നോർമലി സ്കൂളിൽ പോകുന്ന പോലെ തന്നെ 9 to 5 അവൻ പൊക്കോളും. പക്ഷേ ഈ 3 ദിവസങ്ങളും ഇന്ന് ഉച്ച കഴിഞ്ഞൊക്കെ ഞാനും വിവിനും മാറി മാറി അവനെ നോക്കണം. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, എന്തായാലും ഇന്ന് ഫ്രീ ടൈം ഉണ്ടല്ലോ, എനിക്കൊരു പരിപാടിയുണ്ട്. എന്താന്ന് വെച്ചാൽ, ഐ എം ഗോയിങ് ടു സീ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹിയർ. അതാണ് ഞാൻ പറഞ്ഞ എക്സൈറ്റ്മെന്റിന്റെ കാര്യം. അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം എനിക്ക് കുറച്ചധികം ഗുണങ്ങളുണ്ട് കേട്ടോ. മോണിറ്റൈസേഷനും അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് നോക്കി അറിയാം. വെറും 391 സബ്സ്ക്രൈബേഴ്സും 20-30 വ്യൂസും ആയിട്ട് കഷ്ടപ്പെട്ട് പോകുന്ന, ഇഴഞ്ഞിഴിഞ്ഞ് പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെത്. യൂട്യൂബ് ചെയ്യാന്നുള്ള എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വൺ ഓഫ് ദ ബെനിഫിറ്റ്. അതുകൂടാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് എ ഫ്രണ്ട് ഫ്രം ദിസ് യൂട്യൂബ് ചാനൽ. അതെങ്ങനെയാണെന്നല്ലേ, ഒരു പ്രായം കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് വെച്ചാൽ, നമ്മുടെ അതേ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാനസിക പ്രശ്നം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേവ് ലെങ്ത്, സെയിം വേവ് ലെങ്ത് ചിന്തിക്കുന്ന ആൾക്കാരെ കിട്ടുക എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ ഈസി അല്ല കേട്ടോ. കാരണം എനിക്ക് ചിലപ്പം കുറച്ച് മാനസിക പ്രശ്നം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. എനിവേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അനിലയെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പരിചയപ്പെടുക. വെച്ചാൽ കുറച്ച് നാളുകൾക്ക് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോയുടെ അടി വന്നിട്ട് അനില കമന്റ് ചെയ്യും കേട്ടോ. ഡാ നൈസ് വീഡിയോ, അടിപൊളി വീഡിയോ. പിന്നെ ഇങ്ങനെ കുറെ ആദ്യമൊക്കെ അങ്ങനത്തെ കമന്റ്സ്. പിന്നെ അനില പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്താണ്, ഞാൻ താമസിക്കുന്നത് എൻ്റെ വീടിന് അടുത്ത് അലൻ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഞാൻ റിപ്ലൈ ചെയ്തില്ല. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ ആരാ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല. അപ്പം ഞാൻ അനിലോട് പറഞ്ഞു, നമ്മൾ ഈ യൂട്യൂബിൻ്റെ കമൻസിൽ കൂടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, ഫോൺ നമ്പർ ഇതാ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്, എൻ്റെ അതേ വേവ് ലെങ്തും അതേ മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു പാവ കുട്ടിയാണ് അനില എന്നുള്ളത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ കുറെ കൂട്ടാണ് കേട്ടോ. കുറെ 1-2 മാസമായിട്ട് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്. അനിലേക്ക് കൊച്ചിൻ്റെ ഒക്കെ പ്രായമുള്ള ഒരു മോനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്യണം, കാണണം എന്നൊക്കെ വിചാരിച്ച് കുറേ നാളായിട്ട് ഇരിക്കുന്നു. പക്ഷെ ഇന്നാണ് ഞാൻ നോക്കിയപ്പോൾ അതിന് പറ്റിയൊരു കറക്റ്റ് ദിവസമാണിന്ന്. അപ്പം അനിലേക്ക് ഇന്ന് വർക്കില്ല, അനിലയുടെ മോനും വീട്ടിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ വിവിന് ഓഫീസിൽ പോയല്ലോ, വിവിൻ കുച്ചു വന്നു കഴിയുമ്പം വിവിന് ഓഫീസിൽ പോകും. അപ്പം ഞാനും കുച്ചും കൂടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അനിലയുടെ വീട്ടിലോട്ട് പോവാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, 1-1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 1.25 മണിക്കൂർ ഡ്രൈവ് എന്ന് പറയുമ്പം നമ്മൾ ഹൈവേ വഴി പോവുകയാണെങ്കിൽ അത്ര ഇല്ല കേട്ടോ, കഷ്ടി 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഹൈവേ എടുക്കാതെ ഞാൻ ഒരിക്കലും ഹൈവേ വഴി പോകത്തില്ല ഗൈസ്. അപ്പം ആ കഥയും കൂടെ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ പിന്നെ നിൽക്ക് ഇനി ആ കഥയും കൂടെ പറയാൻ പോയാലുണ്ടല്ലോ, എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് ലേറ്റ് ആവും. ഞാൻ ആ കഥ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ഓഫീസിൽ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് അനിലയുടെ വീട്ടിലോട്ട് ഒരുമിച്ച് പോവാം. തലവേദന എടുത്തിട്ട് തല പൊട്ടിയിട്ട് വയ്യ കേട്ടോ. വീട്ടിൽ പോയിട്ട് പാരസെറ്റമോൾ എന്തെങ്കിലും കഴിക്കണം. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയേ ഉള്ളൂ. ഇപ്പം ഞാൻ കുച്ചുവിനെ വെയിറ്റ് ചെയ്യുക. കുച്ചുവിൻ്റെ സ്കൂൾ ബസ് വന്നിട്ട് കുച്ചു ഞാനും കൂടെ നേരെ കോസ്കോയിലോട്ട് പോകും. വണ്ടിക്ക് ഗ്യാസ് ഫില്ല് ചെയ്യണം. 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലോ, അതിനാണ് ഞങ്ങൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. രാവിലെ ഞാൻ 6 മണിയായപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ കോസ്കോയിലെ പിസ്സ കുച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് കുച്ചുവിനും പിസ്സയും ഞാനും പിന്നെ എന്തെങ്കിലും കഴിക്കണം. പിന്നെ അനിലേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, അനിലേക്കും കൊച്ചിനും അങ്ങോട്ട് എന്തെങ്കിലും ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ മേടിക്കണം. സോ നമുക്ക് കൊച്ചു വന്നിട്ട് we will first go to Costco and then to Allentown. That's the plan for the day. അങ്ങനെ നമ്മൾ കാറിൻ്റെ ഫുൾ പെട്രോൾ ടാങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കോസ്കോയിലോട്ട് പോകാം. കോസ്കോയിൽ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ അലൻടൗണിലോട്ട് വിടാം. ഞങ്ങൾ ആദ്യം പോയിട്ട് ടോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ടോയ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് ചോക്ലേറ്റോ നോക്കട്ടെ. നോക്കട്ടെ കുച്ചു, നോക്കാം നമുക്ക്. അപ്പം അങ്ങനെ കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. അപ്പം എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ടോയ്സ് മേടിക്കാന്നുള്ള പ്ലാൻ ഞാൻ വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു കേട്ടോ. അവസാനം ഈ കാണുന്ന ലിൻഡിൻ്റെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഞങ്ങൾ മേടിച്ചു. അതിരിക്കണ്ട,
അങ്ങനെ നമ്മൾ ജുങ്കുവിന് ചോക്ലേറ്റ് മേടിച്ചു. ഇനി കൊച്ചു പിസ്സ മേടിക്കാൻ നിൽക്കുകയാണ്. എടുക്ക്, ഇത് ഹോട്ട് ഡോഗ് എടുക്കാം നമുക്ക്. യെസ്, ആ മതി. പ്ലീസ് പേ ഫോർ ഓർഡർ. കൊച്ചു സോ കോസ്കോയിലെ ആളാണ്. ഓക്കെ, നീ എത്രയാ കൊച്ചു? നമ്പർ എത്രയാ? 392. ഓക്കെ, ഇനി നമ്മളിവിടെ നമ്മുടെ ഓർഡർ റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കൊച്ചുവിന് പുറത്തുനിന്നുള്ള ഫുഡ് പെട്ടെന്ന് മടുക്കും കേട്ടോ. പക്ഷേ ഇത്രയും വർഷമായിട്ടും കഴിച്ചിട്ടും മടുക്കാത്ത ഒരേ ഒരു ഫുഡ് കോസ്കോ. നമ്മുടെ എത്രയാ? 392 അല്ലേ? പിസ്സ എടുത്തോ. നമ്മുടെ ഹോട്ട് ഡോഗ് എവിടുന്നാ സ്ട്രോ കിട്ടിയ? From over there. Next to we were getting lucky. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. കുച്ചുവിൻ്റെ പിസ്സയൊക്കെ ആയിട്ട് കാറ് വന്നിരിപ്പുണ്ട്. സോ 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കുച്ചു ഫുഡ് കഴിച്ചിട്ട് കുച്ചു കാറിൽ ഇരുന്ന് ഉറങ്ങിക്കോ കേട്ടോ കുച്ചു. സോ What happened when we were here? അവിടെ എത്തുമ്പോൾ അമ്മ വിളിക്കാം. നല്ല തിരക്കും, നല്ല റോഡൊക്കെ നല്ല ബ്ലോക്കാണ്. 1.25 മണിക്കൂർ എന്നുള്ളത് ഇപ്പം 1 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഹൈവേ കൂടെ പോകുമായിരുന്നെങ്കിൽ 50 മിനിറ്റിന് ഞാൻ അവിടെ എത്തിയേനെ. പക്ഷേ എന്ത് പറയാം, ഇങ്ങനെ ഓരോ 5 മിനിറ്റിലും ഇനി എന്തോരം ദൂരമുണ്ട്, 5 minutes. 5 minutes I had to sleep. യെസ്. അപ്പോൾ ഗായ്സ്, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ, അടിപൊളി റൈഡാണ് കേട്ടോ. എനിക്ക് അമ്മ പറയട്ടെ പൊന്നാ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവല്ലേ. അപ്പം ഞാൻ യെസ്, എനിക്ക് ഹൈവേ കൂടെ എത്രത്തോളം പോകാൻ പേടിയാണോ അതിൻ്റെ ഇരട്ടി എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഹൈവേ അല്ലാത്ത ഹൈവേ ഫ്രീ വേ ബിഗ് റോഡ് വെച്ചു അതിൻ്റെ ഇരട്ടി എനിക്ക് ഹാപ്പിയാണ്. ഇങ്ങനത്തെ കൺട്രി സൈഡിൽ കൂടെ ഇങ്ങനെ വീടുകളും പുതിയ പുതിയ സ്ഥലങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ചിട്ട് നിങ്ങൾ അപ്പം ഞങ്ങൾ കാറ് നിർത്തി ഈ ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചെറിയൊരു ബ്രേക്ക് ആവുമെന്ന് വിചാരിച്ചു ഡ്രൈവിങ്ങിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഇതുവഴി ഇങ്ങനെ കറങ്ങി ഒരു 5 മിനിറ്റ് ഇതുവഴി ഇങ്ങനെ നടന്നു. അപ്പം ഞങ്ങളിവിടെ അനിലയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാനിപ്പോൾ അനിലേനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. കുച്ചുവിടാ, കുച്ചു എവിടെ ഇരുന്നോ? ആ കസേര ഇരുന്നോ? ചോക്ലേറ്റ് എടുത്തില്ല. കുച്ചു കാറിൽ നിന്ന് ചോക്ലേറ്റ് എടുക്കും. അപ്പം ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് അനിലയുടെ മോൻ ജുങ്കു, ജെയ്ഡൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര്, വാതിക്കെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കൊച്ചു കണ്ടപ്പോഴേ കൊച്ചുൻ്റെ ചോക്ലേറ്റ് അല്ല, കൊച്ചു മേടിച്ച ചോക്ലേറ്റ് ജെയ്ഡന് കൊടുത്ത്. കേട്ടാ മനസ്സിലാവും, പക്ഷെ അവൻ പറയാറില്ല. എത്ര 5 വയസ്സല്ലേ? 6 വയസ്സ്. 4 കഴിഞ്ഞു സെപ്റ്റംബർ ആകുമ്പോ. 6 വയസ്സ്. കുച്ചു ഇഷ്ടപ്പെട്ടാ? ജുഗു ചേട്ടൻ ഇഷ്ടപ്പെട്ടാ? അനിലാൻഡി നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ച് എനിക്ക് അനിലെ കണ്ടിട്ട് ഓക്കെ. അനിൽ ഒരു ബേക്കറി ഐറ്റം ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വരുന്ന പ്രമാണിച്ചല്ല, ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് ഉഴുന്നുവടയും ഏത്തയ്ക്കപ്പം ഒക്കെ അനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉഴുന്നുവടയും ഏത്തയ്ക്കപ്പം ഒക്കെ കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പം ഞാനത് ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കഴിച്ചു കേട്ടോ. കുറേ നേരം ഞാനും അനിലും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം പിള്ളേർക്ക് വിശക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അനില വേണ്ട ചീസ് ബ്രെഡ് ഉണ്ടാക്കുവാണ് കേട്ടോ. എന്റെ ടോസ്റ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ പോയെന്ന് ചോദിച്ചു. അങ്ങനെ പോയാ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് മുട്ട എടുത്ത് ഒഴിച്ചു. ക്ലീൻ ചെയ്യാൻ പാടായിരുന്നു. ഓൺ ചെയ്ത് വെച്ചിട്ട് മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചു. അത് ഒട്ടിപ്പിടിച്ചിരുന്നോ? പിന്നെ ക്ലീൻ ചെയ്യാൻ പാടായിരുന്നു. അതുകൊണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കൊച്ചു ബ്രെഡ് ചീസും ഉണ്ടാക്കുന്ന കേട്ടോ അനിലാൻഡി. പ്രിയച്ചാ, ബ്രെഡും ചീസും ഉണ്ട്.
അവിടെ കയറുവാ. അവിടെ കയറുവാണോ? അതെ. അവിടെ എന്താ ഉള്ള? അത് ലോണ്ടറി അല്ലേ? Move away. ഓക്കെ ലോണ്ടറി. ചുങ്ക് എനിക്ക് സിസ്റ്ററില്ല കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. What in here? Hey, let's go watch the TV. That's good. Let's go watch TV. ഇഷ്ടപ്പെട്ടോ വെച്ചു? ചീസ് ബ്രെഡ് യമ്മയാണോ? I want to watch my TV. അവനെ സംഭവം അറിയാം. ഇത് എന്റെ ഭയങ്കര യൂട്യൂബറാണ്. എനിക്ക് എത്ര 391 എന്റെ ഡബിൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ് ഇരിക്കുന്നത്. എന്റെ പ്രചോദനമാണ്. എന്തായാലും പറ. എല്ലാത്തിലും ഞാനിങ്ങനെ എന്താ പറയാ ഇത് പ്രചോദനം തന്നുകൊണ്ടേ നമ്മുടെ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇനി വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ കിട്ടുന്ന വ്യൂസ് പോലും മുന്നോട്ട് കിട്ടുന്നില്ല. എന്നെ വെച്ചോണ്ടിട്ട് അല്ല പാട്ട് പാടുന്നല്ലേ പറഞ്ഞ? എന്തായാലും എന്നെക്കാളും നന്നായിട്ട് പാടും എന്നാണ് എനിക്ക് നല്ലൊരു പാട്ട് പാടും. ഇവിടുന്ന് വീട്ടുകാരെ പോണ്ടല്ലേ വെറുതെ മഴയും പെയ്പ്പിച്ച് ഇടിയും കൊണ്ടുവരാൻ. എന്താ കൊച്ചു? I'm gonna give me that. Okay. കൊച്ചിന്റെ പോലത്തെ ബുക്കാലോ? I need to draw. I can keep this eraser. Yeah. എന്തിനാ കൊച്ചു? നിനക്ക് എന്തൊക്കെ ഇവിടെ അടങ്ങിയെന്ന് മതിയച്ചാ. അനിലെ അപ്പോൾ കൊച്ചുവിന് വായിക്കാൻ പറ്റിയ എന്തെങ്കിലും ബുക്കൊക്കെ കൊടുക്കാനുണ്ടോ, അവന് കൊടുക്കാൻ പറ്റിയുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുവാണ്. കൊച്ചിന് വായിക്കാൻ ബുക്ക് അല്ല ആന്റി ബുക്ക് ആയിരുന്നു. നോക്ക്. Hi, Abby. Good. I know. ഗുഡ് നൈറ്റ് ഹഗ്സ് വേണോ? I like this one. ഗുഡ് നൈറ്റ് ഹഗ്സ് വേണോ? I like this one. വീടിന് കഴിക്കാനായിട്ട് ഉഴുന്നുവടയും പഴംപൊരിയും എല്ലാം I forgot the egg. തന്നു വിട്ടിട്ടുണ്ട്. കൊച്ചിന് ഇതാ കുറച്ച് ബുക്കും ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതാ പോവാണ്. Until we meet next time. തന്നെ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ അങ്ങോട്ട് വരാൻ കേട്ടോ. തീർച്ചയായിട്ടും Ah! അത് കൊണ്ടുവച്ചോ. ഓക്കെ ബൈ. ബൈ. കൊച്ചു ബൈ പറ. ജുഗു ചേട്ടാ ബൈ പറ. ജുങ്കു ബൈ പറഞ്ഞേ. സൺലൈറ്റ് ഇതുവരെ പോയിട്ടില്ലേ? 8:30. 8:30. നിങ്ങൾ ഇതുവഴിയാണോ നടക്കുന്നത്? അല്ലടാ ഞങ്ങൾ പാർക്കിൽ പോയി. ഞാൻ ഇതിലെ നടക്കും. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ നടക്കും. പാർക്ക് എവിടെയാ? നടന്നു പോകാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഇന്ന് പോണം. ഇവിടുന്ന് അടുത്താ. ഓ ഇതാണോ ഓപ്പോസിറ്റ്? ആ അത് തന്നെ. ഒന്നിങ്ങനെ കണക്റ്റഡാ. അതെ. അങ്ങനെ വി ഹാഡ് എ വെരി ഗുഡ് ടൈം ഇൻ അനിലാസ് ഹൗസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതേ വൈബുള്ള ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല കേട്ടോ. അപ്പം ഐ ആം സോ ഹാപ്പി ദാറ്റ് അനിലയെ കാണാൻ പറ്റി എന്നുള്ളതിൽ. ഇനിയിപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബൈ പറഞ്ഞ് ഇതാ ഞാനും കൊച്ചും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. പക്ഷേ 6 മണിയായെന്നല്ലേ തോന്നത്തുള്ളൂ. അപ്പം ബൈ.